നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടണമെന്ന ധവള പത്രത്തിലെ ശുപാർശ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകില്ല. ശമ്പള വർധനയും പ്രതീക്ഷിക്കേണ്ടതില്ല. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച അന്തിമ തീരുമാനം ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിക്ക് വിട്ടിരിക്കുകയാണ്. അതേസമയം കിഫ്ബി കഴിഞ്ഞ 9 വർഷം നടത്തിയ സകല ഇടപാടുകളും ഇഴകീറി അന്വേഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവള പത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാകില്ല എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും മുൻഗണന. 19-ന് മുഖ്യമന്ത്രി VD സതീശൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങളും ഉണ്ടാവും. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്. അത് ബജറ്റിൽ പ്രഖ്യാപിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടിയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് ആലോചന. കിഫ്ബി കഴിഞ്ഞ 9 വർഷം നടത്തിയ സകല ഇടപാടുകളും ഇഴകീറി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കെടുകാര്യസ്ഥത മാത്രമല്ല, പല ഇടപാടുകളിലും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ധവള പത്രത്തിൽ സൂചിപ്പിക്കുന്നത് കണക്കിലെടുത്താണിത്. ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ പഠനത്തിൽ കിഫ്ബി ഇടപാടുകളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ധവളപത്ര സമിതിക്ക് ലഭിച്ചിരുന്നില്ല. ചില രേഖകൾ കണ്ടെത്താനുമായിട്ടില്ല. ആവശ്യപ്പെട്ട പല രേഖകളും ലഭിച്ചില്ലെന്ന് നേരത്തെ കിഫ്ബിയിൽ ഓഡിറ്റ് നടത്തിയ സംഘം ഫയലിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇമെയിലുകൾ, ഡിജിറ്റൽ രേഖകൾ, നശിപ്പിച്ച ഫയലുകൾ അടക്കം സകല വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്ന ഫോറൻസിക് ഓഡിറ്റിംഗ് ആണ് ധവളപത്ര സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രമക്കേട്, ഫണ്ട് വകമാറ്റൽ, ബന്ധു നിയമനം, ധൂർത്ത് തുടങ്ങിയവ കണ്ടെത്താൻ ഇത് സഹായകരമാകും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച അന്തിമ തീരുമാനം ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിക്ക് വിട്ടു. മുഖ്യമന്ത്രി VD സതീശൻ വൈകാതെ യോഗം വിളിച്ച് ഏത് രീതിയിൽ പദ്ധതി വേണമെന്ന് തീരുമാനിക്കും. സൗജന്യ യാത്രാ പദ്ധതി 15-ന് ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. KSRTC നൽകിയ റിപ്പോർട്ടുകൾ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കാൻ വിട്ടത്. പദ്ധതിയുടെ ആനുകൂല്യം എല്ലാ സ്ത്രീകൾക്കും നൽകുമെന്ന് നേരത്തെ മന്ത്രി CP ജോൺ പറഞ്ഞിരുന്നു. ഏതൊക്കെ ബസ്സുകളിൽ പദ്ധതി നടപ്പാക്കിയാൽ എത്ര രൂപ വീതം ചെലവ് വരുമെന്ന കണക്കുകൾ KSRTC കൈമാറിയിരുന്നു. മുഴുവൻ ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപയുടെ നഷ്ടം, ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കിയാൽ 57 കോടി, സിറ്റി ഫാസ്റ്റ് ഓർഡിനറി എന്നിവയിൽ നടപ്പാക്കിയാൽ 65 കോടി, ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്നിവയിൽ നടപ്പാക്കിയാൽ 90 കോടി എന്നിങ്ങനെയാണ് 3 മാസത്തെ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. ശമ്പളത്തിനും പെൻഷനുമുള്ള സാമ്പത്തിക സഹായത്തിനു പുറമെ ഈ തുക കൂടി സർക്കാർ KSRTCക്ക് നൽകേണ്ടി വരും. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും KSRTC ബസ് യാത്ര സൗജന്യമാക്കി. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി പ്രകാരം വിദ്യാർത്ഥിനികൾക്ക് നിലവിൽ ബസ്സുകളിൽ നൽകേണ്ടിയിരുന്നില്ല. ഇതിനൊപ്പം ആൺകുട്ടികൾക്ക് കൂടി യാത്ര സൗജന്യമാക്കിയിരിക്കുകയാണ് സർക്കാർ. DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം നടപ്പാക്കുന്ന പ്രധാന പദ്ധതിയാണിത്. 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 1700 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് വരുന്നത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗനിർദ്ദേശം ഉടൻ പുറത്തിറക്കും. സംസ്ഥാനത്ത് വാഹനങ്ങൾക്ക് രൂപമാറ്റം അനുവദിക്കുന്നതിനൊപ്പം സർക്കാർ അംഗീകൃത രൂപമാറ്റ കേന്ദ്രങ്ങളും സജ്ജമാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്യും. നിലവാരമില്ലാത്ത വർക്ക്ഷോപ്പുകളിൽ രൂപമാറ്റം വരുത്തിയാൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് ഈ തീരുമാനം. സുരക്ഷാ പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞാണ് ഓരോ മോഡൽ വാഹനവും പുറത്തിറങ്ങുന്നത്. ഇവയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അപകടങ്ങൾക്കും കാരണമാകും. അതിനാൽ വാഹന നിർമ്മാതാവ്, അംഗീകൃത ഡീലർ എന്നിവർക്കോ സർക്കാർ അംഗീകൃത രൂപമാറ്റ കേന്ദ്രങ്ങൾക്കോ മാത്രമേ രൂപമാറ്റം വരുത്താൻ അനുമതി നൽകാവൂ എന്നാണ് ശുപാർശ ചെയ്യുക. ഇതോടെ നിശ്ചിത നിലവാരമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയതെന്ന് ഉറപ്പാക്കാനാകും. ഇവിടങ്ങളിൽ നിലവിൽ ശുപാർശ ചെയ്ത രൂപമാറ്റങ്ങൾക്ക് പുറമെ മറ്റു ചിലതുകൂടി അനുവദിക്കാനുള്ള സാധ്യതയും പരിഗണനയിലുണ്ട്.
കുവൈറ്റിനും ബഹ്റിനും നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഇരു രാജ്യങ്ങളെയും ലക്ഷ്യമാക്കി ഇറാൻ 7 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചു. ഇതിൽ 6 മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായും ഒരെണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്നുമാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് നേരെ വന്ന ഇറാന്റെ 4 ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടതിനും ഖേഷം ദ്വീപിലെയും ഗൊരുക്കിലെയും ഇറാൻ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണം നടത്തിയതിനും തൊട്ടു പിന്നാലെയാണ് ഈ മിസൈൽ വർഷം. കുവൈത്തിന് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈത്ത് സൈനിക ജനറൽ സ്റ്റാഫിനെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. പുലർച്ചെ കേട്ട ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകൾ തകർത്തപ്പോൾ ഉണ്ടായിരുന്നതാണെന്ന് സൈന്യം വ്യക്തമാക്കി. രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പിന്തുടരണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഇറാന്റെ റഡാർ സൈറ്റുകൾക്ക് നേരെ അമേരിക്കൻ ആക്രമണം. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ അയച്ചതിനെ തുടർന്നായിരുന്നു ആക്രമണമെന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈന്യം പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന ചർച്ച പ്രതിസന്ധിയിലാണെന്നും യുദ്ധം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ ഉപദേഷ്ടാവ് പറഞ്ഞു. അമേരിക്ക മരവിപ്പിച്ച 2400 കോടി രൂപയുടെ ആസ്തികൾ വിട്ടു നൽകാൻ തയ്യാറായാൽ മാത്രമേ സമാധാന കരാർ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇറാന്റെ വാദം. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുമായി കൂടിക്കാഴ്ച നടത്തണമെന്നും ട്രംപിന്റെ നിർദ്ദേശവും ഇറാൻ തള്ളി. ചർച്ചകൾ വഴിമുട്ടിയതിന് മറുപടി നൽകേണ്ടത് ട്രംപ് ആണെന്നും യുദ്ധം പുനരാരംഭിക്കുന്ന പക്ഷം അമേരിക്ക ഇരുണ്ട ഇടനാഴിയിലേക്ക് പ്രവേശിക്കുമെന്നും റസായി മുന്നറിയിപ്പ് നൽകി. ട്രംപ് യഥാർത്ഥ ലോകത്തല്ല ജീവിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും പരിഹസിച്ചു. സിന്ധ് പ്രവിശ്യയിലെ സൻഖാർ ജില്ലയിൽ പുതിയ ക്രൂഡ് ഓയിൽ വാതക ശേഖരങ്ങൾ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി പാകിസ്ഥാന്റെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെന്റ് കമ്പനി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് രാജ്യാന്തര എണ്ണ വാതക വിതരണ ശൃംഖല താറുമാറാവുകയും വില കുതിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ എണ്ണ വാതക പാടങ്ങൾ കണ്ടെത്തിയത് പാകിസ്ഥാൻ ആശ്വാസമാകുമെന്ന് കമ്പനി കരുതുന്നു. പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമാണ് OGDCL വാതക പാടങ്ങൾ കണ്ടെത്തിയ വിവരം അറിയിച്ചത്. ഇക്കുറി ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കാനും ആഭ്യന്തര വില വർദ്ധിക്കുന്നത് പിടിച്ചു നിർത്താനും ഭാവിയിൽ ഈ ശേഖരം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. സൻഖാർ ജില്ലയിലെ ബോബി ദംറാക്കി മേഖലകളിലെ ബോഡി ഡീപ് 1 ബ്ലോക്കിലാണ് പുതിയ എണ്ണ വാതക ശേഖരങ്ങൾ കണ്ടെത്തിയത്. പ്രതിദിനം 2000 ബാരൽ ക്രൂഡ് ഓയിലും 11 ലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് ഫീറ്റ് ഗ്യാസും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന 2 ക്യാൻസർ മരുന്നുകൾക്ക് ക്ഷാമമെന്ന് റിപ്പോർട്ട്. സിസ്പ്ലേറ്റിൻ, കാർബോപ്ലേറ്റിൻ എന്നീ മരുന്നുകൾക്കാണ് രാജ്യവ്യാപകമായി ക്ഷാമം നേരിടുന്നത്. ശ്വാസകോശം, ഗർഭാശയഗളം, അണ്ഡാശയം, തല, കഴുത്ത് എന്നിവിടങ്ങളിലെ ക്യാൻസറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണിത്. രാജ്യത്തെ പ്രധാന സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പോലും മരുന്നിന് ക്ഷാമമുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റുകളുടെ ക്ഷാമം, വർദ്ധിച്ചുവരുന്ന ഉൽപാദന ചെലവ്, ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവയാണ് മരുന്നു ക്ഷാമത്തിന് പിന്നിലെ കാരണങ്ങളായി റിപ്പോർട്ടിൽ പറയുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ ഭാഗമായി സിസ്പ്ലേറ്റിൻ, കാർബോപ്ലേറ്റിൻ മരുന്നുകളുടെ അടിസ്ഥാന ഘടകമായ പ്ലേറ്റിനത്തിന്റെ വിലയിലുണ്ടായ വർധനവും പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മരുന്നുക്ഷാമം നീണ്ടുപോയാൽ അത് രോഗികളുടെ ആരോഗ്യനിലയെ ബാധിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കോഴിക്കോട് ബൈപ്പാസിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും നിരോധനം നടപ്പാക്കി തുടങ്ങി. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള 6 വരി പാതയിലാണ് നിരോധനം. നേരത്തെ നിരോധനമുണ്ടെങ്കിലും ഇപ്പോഴാണ് കർശനമാക്കുന്നത്. നടപടികൾ തുടങ്ങിയെന്നും ഘട്ടം ഘട്ടമായി ബൈപ്പാസിലെ എല്ലാ പോയിന്റുകളിലും വിലക്ക് നടപ്പാക്കുമെന്നും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ പറഞ്ഞു. ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6 വരി പാതയിലേക്ക് ഓട്ടോകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി ബൈപ്പാസ് തുറന്നപ്പോൾ തന്നെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 1 ഗ്രാം സ്വർണത്തിന് 14,000 രൂപയും പവന് 2,200 രൂപ കുറഞ്ഞ് 1 പവന് 1,12,000 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 225 രൂപ കുറഞ്ഞ് 1 ഗ്രാമിന്
11,505 രൂപയും പവൻ 1,800 രൂപ കുറഞ്ഞ് 92,040 രൂപയുമായി. വെള്ളി ഗ്രാമിന് 265 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത ഇവിടെ സമാപിക്കുകയാണ്. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.